കവിഞ്ഞൊഴുകും കരുണാസാഗരമേ, കരയറിയാ സാഗരമേ, കന്യാസുതനേ ദൈവകുമാര വിണ്ണിൻ രക്ഷകനേ, ക്രിസ്തുയേശുവിന്റെ നിസ്തുല്യ നാമത്തിൽ ശുഭസന്ദേശത്തിലേക്ക് സ്വാഗതം. വിശുദ്ധ വേദപുസ്തകത്തിൽ മത്തായി എഴുതിയ സുവിശേഷം 13-ാം അധ്യായം 25-26 വാക്യങ്ങളിൽ നാം ഇപ്രകാരം വായിക്കുന്നു: മനുഷ്യർ ഉറങ്ങുമ്പോൾ അവന്റെ ശത്രു വന്ന് കോതമ്പിന്റെ ഇടയിൽ കള വിതച്ച് പോയി കളഞ്ഞു. ഞാറ് വളർന്ന് കതിരായപ്പോൾ കളയും കാണായി വന്നു. സ്വർഗരാജ്യത്തെക്കുറിച്ചുള്ള മൂന്നാമത്തെ വിഷയം ഈ രാജ്യത്തിനൊരു രാജാവുണ്ട്, അവനൊരു പ്രജയുണ്ട് എന്നതാണ്. ഏതൊരു രാജ്യത്തിൻ്റെയും രാജാവാകാൻ 3 വഴികളുണ്ട്. ഒന്നാമത്തേത് പരമ്പരാഗത രീതി, അതായത് പിതാവ് രാജാവായിരുന്നു, അതുകൊണ്ട് ഇപ്പോൾ മകൻ രാജാവാണ്. രണ്ടാമതായി രാജ്യത്ത് കലാപത്തിലൂടെ, അതായത് ഒരാൾ രാജാവിനെതിരെ മത്സരിക്കുകയും രാജാവിനെ പിടികൂടുകയോ കൊല്ലുകയോ ചെയ്തുകൊണ്ട് സ്വയം രാജാവാകുന്നു. മൂന്നാമതായി രാജാവിനെ പുറത്തുനിന്ന് ആക്രമിക്കുകയും യുദ്ധത്തിൽ രാജ്യത്തെ പരാജയപ്പെടുത്തി രാജാവാകുന്നു. എന്നാൽ സ്വർഗരാജ്യത്തിന് രാജാവാകാൻ കർത്താവായ യേശുക്രിസ്തു തന്നെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് മനുഷ്യനായി അവതരിച്ചു. അവൻ പാപം ചെയ്തിട്ടില്ല, അവനിൽ പാപമില്ല. അവൻ്റെ വായിൽ വഞ്ചനയൊന്നും ഉണ്ടായിരുന്നില്ല. തന്നെ ശകാരിച്ചിട്ട് പകരം ശകാരിക്കാതെയും കഷ്ടം അനുഭവിച്ചിട്ട് ഭീഷണം പറയാതെയും ന്യായമായി വിധിക്കുന്നവെങ്കിൽ കാര്യം ഭരമേൽപ്പിക്കുകയത്ര ചെയ്തത്. നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി നമുക്ക് പകരമായി മരിച്ചു. 3-ാം ദിവസം മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർത്തെഴുന്നേറ്റു. അവനിൽ വിശ്വസിച്ച് പാപക്ഷമ പ്രാപിച്ച് അവൻ്റെ രാജ്യത്തിൽ പ്രവേശിക്കുവാൻ അവൻ നിങ്ങളുടെ രാജാവായി തീരുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? ദൈവം അതിനായി നിങ്ങളെ സഹായിക്കട്ടെ.